അതെ, കൃത്യമായിട്ട് ഇപ്പോൾ മുന്നണി എന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ മുന്നണി എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ഒരു വ്യവസ്ഥ ഉണ്ടല്ലോ പൊളിറ്റിക്കിനകത്ത്. അത് ഇതിനകത്ത് നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നടക്കാതിരിക്കുമ്പോൾ അവഗണന തന്നെയാണ് അതിൻ്റെ പേര്. മാനന്തവാടിയിലൊക്കെ കഴിഞ്ഞ തവണ യുഡിഎഫിന് സീറ്റ് നഷ്ടപ്പെട്ട മണ്ഡലമാണ്. ബത്തേരി കിട്ടി, കൽപ്പറ്റ കിട്ടി. അപ്പോൾ ഇത്തവണ എങ്ങനെയാണ് വയനാട്ടിലൊരു മത്സരത്തെ കാണുന്നത്? യുഡിഎഫിന് അനുകൂലമായ സാഹചര്യം നിലവിലുണ്ടോ? ഏത് തരത്തിലായിരിക്കും മാനന്തവാടിയിൽ ഉൾപ്പെടെ ഒരു മത്സര ചിത്രമൊക്കെ വരിക? അല്ല, ഇപ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ ഒരു ചിത്ര യു ഡി എഫിന് അനുകൂല ഒരു സംവിധാനമാണ് ശരിക്കും നിലനിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ എല്ലാ ജില്ലയിലും അത്യാവശ്യം ഇപ്പോൾ ഞങ്ങളുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞ് ഞാൻ രാവിലെ ഇവിടെ എത്തിയതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ദിവസം തന്നെ മറ്റ് ജില്ലകളിൽ മീറ്റിംഗാണ്. അപ്പോൾ മൊത്തത്തിൽ യു ഡി എഫ് ഒരു അനുകൂല സാഹചര്യം എല്ലാ സ്ഥലത്തിലും ഉണ്ട്. ആളുകളുടെ മനോഭാവം ആ ഒരു രീതിയിലേക്ക് ശരിക്കും മാറിയിട്ടുണ്ട്. ഈ വയനാട്ടിലെ പ്രബല സമുദായം പണിയ വിഭാഗമാണ്. പണിയ വിഭാഗത്തിന് അർഹമായൊരു പ്രാതിനിധ്യം എവിടെയും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഒരു നിലപാട്? അല്ല, എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ആദിവാസികളുടെ കണക്കനുസരിച്ച് ജനസംഖ്യ ആനുപാതികമായിട്ട് എടുക്കുമ്പോൾ പണിയ സമുദായം പ്രബല സമുദായം തന്നെയാണ്. ആ കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ അവരെ ആയിരുന്നു ശരിക്കും പരിഗണിക്കേണ്ടിയിരിക്കുന്നത് ഈ ആളുകളെ. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരം ഈ അടിയ പണിയ ഇങ്ങനെയുള്ള കാട്ടുനായ്ക്ക, ചോലനായ്ക്ക, വെട്ടക്കുറുമ ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തിനെ പൊളിറ്റിക്കലായിട്ട് ഇതുവരെയും പരിഗണിച്ചിട്ടില്ല. അപ്പോൾ ഈ റിസർവേഷൻ എന്ന് പറയുമ്പോൾ ഈ ആളുകളുടെ ഒക്കെ തല എണ്ണിയിട്ടുള്ളതാണ് റിസർവേഷൻ. അതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമല്ല, ഒരു വിഭാഗത്തിന് മാറ്റി നിർത്തിയിട്ടുമല്ല. അപ്പോൾ ഇത്തരം ആളുകളെയും കൂടെ ഈ കൂട്ടത്തിൽ പരിഗണിക്കേണ്ടതാണ്. അതൊരു ജനാധിപത്യ മര്യാദയും കൂടി അതിനകത്തുണ്ട് അങ്ങനെ പരിഗണിക്കുമ്പോൾ. ഇല്ല, ആ അവസ്ഥയ്ക്ക് നിർബന്ധമായിട്ട് മാറ്റം ഉണ്ടാവണം. ഞാൻ പറഞ്ഞ സംഭരണം ഇപ്പോൾ 2% സംഭരണമാണ് ആദിവാസികൾക്കുള്ളത്. ഈ 2% സംഭരണത്തിൽ ഇപ്പോൾ ഒന്നാമത് സംഭരണത്തിന് അർഹരായിട്ടുള്ളത് പണിയ സമുദായം തന്നെയാണ്. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. അവരെ അങ്ങനെ പരിഗണിച്ച് കൊണ്ടുവരേണ്ടത് ജനാധിപത്യ പ്രക്രിയയുടെ ഒരു ഭാഗമാണ് ശരിക്കും. അത് പാലിക്കപ്പെടണം ജനാധിപത്യ സംവിധാനത്തിനകത്ത്. ഇവരും ജനാധിപത്യ പ്രക്രിയക്കകത്തുള്ള മനുഷ്യരാണ്. അവരെയും കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ട് തന്നെ കൊണ്ടുപോകണം, അകറ്റി നിർത്തരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ചോദ്യങ്ങൾ ഉയരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ആദിവാസികൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യു ഡി എഫ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എല്ലാ തലത്തിലും. അപ്പോൾ യു ഡി എഫിനകത്ത് ഞങ്ങൾ അടുക്കാൻ അതും കൂടെ ഒരു സാധ്യതയാണ്. ഇപ്പോൾ ഭൂമി പ്രശ്നമായാലും മറ്റ് കാര്യങ്ങളുടെ ജോലികളുടെ പ്രശ്നമായാലും മറ്റു രീതിയിലുള്ള അരിയുടെ അത്തരം കാര്യങ്ങൾ, ട്രൈബൽ പ്രൊമോട്ടർമാരുടെ സസ്തിക, ഇതൊക്കെ ട്രൈബൽ മിഷൻ, ഇതെല്ലാം യു ഡി എഫിൻ്റെ കാലഘട്ടങ്ങളിലാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ പ്രയോജനമാണ് ശരിക്കും ആദിവാസികൾ കിട്ടിയിരിക്കുന്നത്. അനുകൂലമായിട്ടുള്ള സമീപനമാണ് നടന്നിരിക്കുന്നത് മൊത്തം. അപ്പോൾ വെടിവെപ്പ് ആ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. അത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് നടന്നിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഈ ആളുകളെ പരിഗണിച്ച് ഇവരുടെ കാര്യങ്ങളിൽ ഇടപെടൽ നടത്തിയത് ഈ ഗവൺമെൻറ് തന്നെയാണ്. ഇപ്പോൾ മറ്റുള്ള ആളുകൾ ആ യു ഡി എഫ് വെടിവെച്ചു എന്ന് പറയുന്നതല്ലാതെ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഇവരെടുത്തിട്ടില്ലല്ലോ. ഇപ്പോൾ എൽ ഡി എഫിനെ പോലെയുള്ള ഒരു ഗവൺമെൻറ്റിനെ നമ്മൾ പറയുകയാണെങ്കിൽ ആദിവാസികൾക്ക് അനുകൂലമായിട്ടുള്ള മുഴുവൻ നിയമത്തിനെയും ഭേദഗതി ചെയ്തത് അവരാണ്. ശരിക്കും മുഴുവൻ നിയമത്തിനെയും ആദിവാസികൾക്ക് കിട്ടാതെ എല്ലാ നിയമങ്ങളെയും ഭേദഗതി ചെയ്ത് അത് കോടതിയും കേസിലേക്ക് കുടുക്കി ആജീവനാന്ത ആളുകൾ മരിക്കുന്ന ആ സ്ഥിതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് എൽ ഡി എഫിന് നല്ല പങ്കുണ്ട്. എൽ ഡി എഫ് നേരിട്ടാണ് അത് വഹിച്ചിരിക്കുന്നത്. ശരിക്കും ഒരു ജനവിരുദ്ധ നയം എന്ന് തന്നെ അതിനെക്കുറിച്ച് പറയാം. ജനങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു നയം സ്വീകരിക്കണമല്ലോ, അതുണ്ടായില്ലല്ലോ. അതിപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് പഞ്ചായത്ത് ഇലക്ഷൻ പോലെയുള്ള സംവിധാനത്തിൽ ജനം അത് അവർക്ക് തിരിച്ചു മനസ്സിലാക്കുന്ന ഒരു നിലപാടിലേക്ക് വരികയും കൂടെ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ജനവിരുദ്ധ നയത്തിനെ എക്കാലവും ഇപ്പോൾ LDFിൻ്റെ ഇതിൽ പറയുന്നത് ഞങ്ങളേത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും LDFിന് വോട്ട് കിട്ടുമെന്ന്. ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. കുറ്റിച്ചൂലൊന്നും നിർത്തിയാലിപ്പോൾ വോട്ടൊന്നും കിട്ടില്ല. ജനങ്ങൾ എല്ലാ കാര്യങ്ങളെയും സാമൂഹ്യപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും തിരിച്ചറിയുന്നുണ്ട്. അത് അറിയാതെ പോകുന്നത് ഈ പ്രസ്ഥാനമാണ്. അതിൻ്റെ തിരിച്ചടിയുമാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തിരുനെല്ലി പുറത്ത് ഈ ആദിവാസി മേഖലകൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലങ്ങളിൽ, പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ ഇപ്പം 1-ാം വാർഡിൽ ജയിച്ചിരിക്കുന്ന തിരുനെല്ലിയിൽ BJP ആണ്. അപ്പോൾ LDFിന് അവരുടെ വോട്ട് ബാങ്കിനെ പിടിച്ചു നിർത്താൻ, ഈ ആദിവാസി ബാങ്കിലുള്ള ആളുകളെയൊക്കെ പിടിച്ചു നിർത്താൻ പറ്റുന്നതിലൊരു ദുർബലത വരുന്നുണ്ടോ? അതിൽ പഴയ പോലെ ഒരു കരുത്തില്ലേ ഇന്നത്തെ സാഹചര്യം? ഇല്ല, പഴയ പോലെയുള്ള കരുത്തൊന്നുമില്ല. ഭയങ്കരമായിട്ടുള്ള ദുർബലത ശരിക്കും നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഓരോ വാർഡ്, ഇപ്പോൾ ഇവിടെ തോറ്റത് 15 വോട്ടിന് 3 വോട്ടിന് 7 വോട്ടിന് ഇങ്ങനെയൊക്കെയാണ് ആളുകൾ തോറ്റിരിക്കുന്നത്. അത് തോറ്റെന്ന് പറയാൻ പറ്റില്ല. അവിടെയൊക്കെ UDF LDF ഒരേപോലെ ഒരുമിച്ച് നിൽക്കുക. ഒരു വോട്ടിനൊക്കെ ജയിച്ച സ്ഥലമുണ്ട്, ഒരു വോട്ടിന്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് തോറ്റെന്ന് പറയാം? അപ്പോൾ ഇത് അവരുടെ ഒരു കോട്ടക്കൊത്തളമായിട്ടുണ്ടായിരുന്ന ഈ പ്രദേശത്ത് ഈ രീതിയിലേക്ക് ഒരു മാറ്റം വരുന്നത് ഈ ആളുകളുടെ മനോഭാവത്തിൻ്റെ മാറ്റം തന്നെയാണ് പ്രതിഫലിച്ചത്. ആളുകൾ ആ രീതിയിൽ അതിനെ കാണുകയും അതിന് മനസ്സിലാക്കുകയും തിരിച്ചടി കൊടുക്കേണ്ടടുത്ത് തിരിച്ചടി കൊടുക്കാൻ ഈ ആളുകൾ പൊളിറ്റിക്കലായിട്ട് പ്രാപ്തരായിട്ടുണ്ട് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്.